ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു മാസം നീണ്ട നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നഗരത്തിലെ രണ്ട് വലിയ ആശുപത്രി ശൃംഖലകളായ മോണ്ടെഫിയോറി, മൗണ്ട് സിനോയ് എന്നിവിടങ്ങളിലെ നഴ്സുമാർ ഒരു മാസത്തെ സമരത്തിനൊടുവിൽ മാനേജ്മെന്റുമായി കരാറിലെത്തി. മെച്ചപ്പെട്ട ശമ്പളം, തൊഴിൽ സംരക്ഷണം എന്നിവ ആവശ്യപ്പെട്ട് ജനുവരി 12-ന് ആരംഭിച്ച സമരത്തിൽ ഏകദേശം 15,000 നഴ്സുമാർ തെരുവിലിറങ്ങിയിരുന്നു. ഇത് ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ നഴ്സുമാരുടെ സമരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. കരാർ അംഗീകരിച്ചാൽ ശനിയാഴ്ച മുതൽ നഴ്സുമാർ ജോലിക്ക് പ്രവേശിക്കും. ഇതിനായുള്ള വോട്ടെടുപ്പ് നടക്കും. കരാർ പ്രകാരം നഴ്സുമാർക്ക് 3 വർഷത്തിനുള്ളിൽ 12% ശമ്പള വർധനവ് ലഭിക്കും. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസിൽ യാതൊരു അധിക ചെലവുമില്ലാതെ നിലവിലെ ആനുകൂല്യങ്ങൾ തുടരും. ജോലിസ്ഥലത്തെ അതിക്രമങ്ങൾക്കെതിരെ പുതിയ സംരക്ഷണം ഏർപ്പെടുത്തും. ട്രാൻസ്ജെൻഡർ, കുടിയേറ്റ നഴ്സുമാർക്കും രോഗികൾക്കും പ്രത്യേക സംരക്ഷണം ലഭിക്കും. ആശുപത്രികളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗത്തെക്കുറിച്ചും കരാറിൽ പറയുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ന്യൂയോർക്ക് സ്റ്റേറ്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ഇവർ പറയുന്നതനുസരിച്ച് കരാറുകളിലെ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ശമ്പളത്തിൽ 12%-ലധികം വർധനമുണ്ടാകും. ജോലിഭാരം നിയന്ത്രിക്കുന്നതിനും രോഗികളുടെ പരിചരണം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ നഴ്സുമാരെ നിയമിക്കും. നിലവിലുള്ള ആരോഗ്യ ആനുകൂല്യങ്ങൾ യാതൊരു അധിക ചെലവുമില്ലാതെ തുടരും. കുടിയേറ്റക്കാരായ നഴ്സുമാർക്കും ട്രാൻസ്ജെൻഡർ നഴ്സുമാർക്കും രോഗികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള സംരക്ഷണം വർദ്ധിപ്പിക്കും. നഴ്സിംഗ് തീരുമാനങ്ങളിൽ AI ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. 4 ആഴ്ചയോളം ഏകദേശം 15,000 നഴ്സുമാർ തണുപ്പും മഞ്ഞും അവഗണിച്ച് രോഗികളുടെ സുരക്ഷിതമായ പരിചരണത്തിനായി നിലയുറപ്പിച്ചുവെന്ന് ന്യൂയോർക്ക് സിറ്റി നഴ്സസ് അസോസിയേഷൻ പറഞ്ഞു. ഇപ്പോൾ മോണ്ടെഫിയോർ, മൗണ്ട് സിനോയ് ശൃംഖലകളിലെ നഴ്സുമാർ തലയുയർത്തി രോഗികളുടെ അടുത്തേക്ക് മടങ്ങുകയാണെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സമയമെടുക്കുമെന്ന് മൗണ്ട് സിനോയ് CEO ബ്രെൻഡൻ കാർ പറഞ്ഞു. അതേസമയം ന്യൂയോർക്ക് പ്രൈസ്ബൈറ്റീരിയൻ ആശുപത്രി അധികൃതർ മധ്യസ്ഥർ മുന്നോട്ട് വെച്ച ശമ്പള വർധനവ്, പെൻഷൻ സംരക്ഷണം, ആരോഗ്യ ആനുകൂല്യങ്ങൾ നിലനിർത്തൽ, ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കൽ എന്നിവ അടങ്ങിയ നിർദ്ദേശത്തോട് യോജിച്ചതായി അറിയിച്ചു. എന്നാൽ ഇതുവരെ കരാറായിട്ടില്ലെന്നും സമരം തുടരുകയാണെന്നും യൂണിയൻ പ്രതികരിച്ചു. ന്യൂയോർക്ക് സിറ്റിയിലെ ആശുപത്രികളിൽ നഴ്സുമാരുടെ എണ്ണത്തിലെ കുറവ് പ്രധാന വിഷയമായിരുന്നു. ഇത് കാരണം നഴ്സുമാർക്ക് ജോലിഭാരം കൂടുതലാണെന്നും രോഗികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ ആശുപത്രികൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ലെന്നും പരാതിയുണ്ടായിരുന്നു. പുതിയ കരാറുകൾ സ്റ്റാഫിംഗ് വർദ്ധിപ്പിക്കുമെന്നും ഈ ആശങ്കകൾ പരിഹരിക്കുമെന്നുമാണ് നഴ്സുമാരുടെ യൂണിയന്റെ പ്രതികരണം. ജോലിസ്ഥലത്തെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം നിയന്ത്രിക്കാനും യൂണിയൻ ആവശ്യപ്പെട്ടിരുന്നു. നവംബറിൽ മൗണ്ട് സിനായിൽ ഒരു തോക്കുധാരിയും കഴിഞ്ഞ മാസം ബ്രൂക്ലിൻ ആശുപത്രിയിൽ ഒരാളും ആക്രമണം നടത്തിയ സംഭവങ്ങൾക്ക് ശേഷം ജീവനക്കാരുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചിരുന്നു. നേരത്തെ യൂണിയന്റെ ആവശ്യങ്ങൾ അമിതമാണെന്ന് ആശുപത്രികൾ വാദിച്ചിരുന്നു. യൂണിയൻ അംഗങ്ങളായ നഴ്സുമാരുടെ ശരാശരി വാർഷിക ശമ്പളം, ആനുകൂല്യങ്ങൾ കൂടാതെ $1,62,000 മുതൽ $1,65,000 വരെയാണെന്ന് ആശുപത്രികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഉയർന്ന ആശുപത്രി എക്സിക്യൂട്ടീവുകൾക്ക് ലക്ഷക്കണക്കിന് ഡോളർ ശമ്പളമായി ലഭിക്കുന്നുണ്ടെന്നായിരുന്നു നഴ്സുമാരുടെ മറുപടി.